മുണ്ടിനീര് ബാധിതർ 70,000 കടന്നു. MMR വാക്സിൻ അനുവദിക്കണമെന്ന് കേരളം. സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപകമാകുന്നു. മുണ്ടിനീര് ബാധിച്ചവരുടെ എണ്ണം 70,000 കടന്നു. ഈ സാഹചര്യത്തിൽ MMR വാക്സിൻ ഉടൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സംസ്ഥാന ആരോഗ്യ ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. മുണ്ടിനീര് വ്യാപകമാകുന്ന സാഹചര്യം ഗൗരവത്തോടെ കാണണമെന്നും മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുണ്ടിനീര് ബാധിതർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ഉന്നതതല യോഗത്തിൽ വിഷയം അവതരിപ്പിക്കാമെന്നായിരുന്നു കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. മീസിൽസും റൂബെല്ലയും പ്രതിരോധിക്കാനുള്ള MMR വാക്സിൻ ഇപ്പോൾ കുട്ടികൾക്ക് സൗജന്യമായി നൽകുന്നുണ്ട്. പ്രതിരോധ വാക്സിൻ ഉൾപ്പെടുന്ന MMR വാക്സിനാണ് കേരളം ആവശ്യപ്പെടുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപിക്കുന്നത് രക്ഷിതാക്കളെയും അധ്യാപകരെയും ആശങ്കയിലാക്കുന്നു. ഈ മാസം മാത്രം 2870 പേർക്കാണ് മുണ്ടിനീര് സ്ഥിരീകരിച്ചത്. മലപ്പുറത്തും കണ്ണൂരും ഈ വർഷം 10,000-ലേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ OP എടുക്കാൻ എത്തുന്നവരിൽ നിന്നും ഡോക്ടർമാർക്കും രോഗം പകരുന്നു. ഇതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വൈറസിന്റെ വകഭേദമാണ് വ്യാപന തീവ്രത വർദ്ധിപ്പിക്കുന്നതെന്നും 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ മാത്രം ഉണ്ടാകുന്ന രോഗം മുതിർന്നവരിലേക്കും വ്യാപിക്കുന്നതിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നും വിദഗ്ധർ പറയുന്നു. കടുത്ത പനി, ചുമ, തൊണ്ടവേദന, വയറുവേദന, പുറംവേദന, വിശപ്പില്ലായ്മ, പേശി ശരീരവേദന എന്നീ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ സാധാരണ പനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ചികിത്സ വൈകിപ്പിക്കരുതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു.